ഹലോ നമസ്കാരം. നമ്മൾ പലർക്കും പെട്ടെന്നൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്, ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ നമ്മൾ ബോസ് ആയിരിക്കാം, നമ്മളെ നെയ്ബേഴ്സ് ആയിരിക്കാം, ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള റിലേറ്റീവ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചർ ആയിരിക്കാം. ഇവരുടെ അടുത്തൊക്കെ പെട്ടെന്ന് പോയിട്ട് അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഇത് ചിലപ്പോൾ പേടി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ടെൻഷൻ കൊണ്ടായിരിക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വീഡിയോയിൽ എങ്ങനെ ആൾക്കാരുടെ അടുത്ത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഒരു പേടിയും കൂടാതെ സംസാരിക്കാം എന്നുള്ളതാണ്. കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ മൊത്തം സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കാം. മെയിനായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തോട്ട് പ്രോസസ്സാണ്, ചിന്താഗതിയാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റായി പോവോ, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെന്ത് വിചാരിക്കും, അവരെങ്ങനെ ജഡ്ജ് ചെയ്യുമോ എന്നുള്ള ആ തോട്ടാണ് നമ്മളെ ഇതേവരെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ റിയാലിറ്റി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെജോറിറ്റി ആൾക്കാർക്കും അവരവരെ കാര്യം ചിന്തിക്കാനുള്ള ടൈമേ ഉള്ളൂ. നമ്മളെ ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതിനെ പറ്റി ചിന്തിക്കാനുള്ള ടൈം അവർക്കില്ല. ഇത് നമ്മൾ റിയലൈസ് ചെയ്യണം. അപ്പോൾ ഈ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റാവോ, അല്ലെങ്കിൽ ഞാൻ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെന്നെ ജഡ്ജ് ചെയ്യോ എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ തോട്ട് പ്രോസസ്സിനെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യുക. ഞാൻ ഈ കോൺവെർസേഷൻ ചെയ്ത് ഇൻ കേസ് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൽ നിന്ന് എന്ത് പഠിക്കാൻ പറ്റും, നെക്സ്റ്റ് ടൈം എനിക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെൻഷൻ വരിക, ആൻസൈറ്റി വരിക എന്നുള്ളത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. പലർക്കും അത് പല സിറ്റുവേഷൻസിലും വന്നേക്കാം. ഇതുപോലുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെൻഷനായിട്ട് ഭയങ്കര നെർവസ് ആയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്ന ആൾക്കും അതേ വൈബാണ് നമ്മൾ കൊടുക്കുന്നത്. അതേസമയം നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് കാമായിട്ടിരിക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ ആയിരിക്കും മറ്റാൾക്കും കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട മെയിൻ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി ലാംഗ്വേജ് ഓപ്പൺ ആയിരിക്കണം. പിന്നെ നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആയിരിക്കണം. റിലാക്സ്ഡ് ആയി ഓപ്പൺ ബോഡി ലാംഗ്വേജ് ആണെങ്കിൽ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് കോൺവെർസേഷൻ മുന്നോട്ട് പോകാൻ സാധിക്കും. റിലാക്സ്ഡ് ആവുന്നതിനൊപ്പം തന്നെ സ്മൈൽ ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്ന് ചിന്തിച്ച് നോക്കുക, നമ്മൾ ഒരാളടുത്ത് സംസാരിക്കുന്ന സമയത്ത് അവർ ഭയങ്കര മസിലൊക്കെ പിടിച്ച് ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മളടുത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് മിണ്ടാൻ തോന്നും. ഇതേ ഒരു അവസ്ഥയാണ് നമ്മളും അതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് തോന്നുക. അപ്പോൾ ചിരിക്കുക, സ്മൈൽ ചെയ്യുക, അത് വളരെ വലിയൊരു ഡിഫറൻസ് കൊണ്ടുവരും. പിന്നെ ആദ്യം തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോൺവെർസേഷനോ അല്ലെങ്കിൽ ടോപ്പിക്സിനോ പറ്റി സംസാരിക്കാണ്ടിരിക്കുക. അത് കുറച്ചുകൂടെ ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. അപ്പോൾ ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുക, സ്മോൾ ടോക്സ്. പിന്നെ നിങ്ങൾക്ക് രണ്ടാൾക്കും താല്പര്യമുള്ള, ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ, മ്യൂച്വലായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഫോർ എക്സാമ്പിൾ ഒരു ബുക്കായിരിക്കാം, ആ ബുക്കിൻ്റെ ഓഥറിനെ പറ്റി സംസാരിക്കാം, അല്ലെങ്കിൽ ഒരു ആക്ടർ ആയിരിക്കാം, സിനിമേനെ പറ്റി സംസാരിക്കാം, എപ്പോഴാണ് നിങ്ങളത് കണ്ടത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഡീറ്റെയിൽസിനെ പറ്റി ഇതാക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഫ്ലോ ആ കോൺവെർസേഷൻ ഉണ്ടാവും. ആക്റ്റീവ് ലിസണിങ്, അഥവാ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് വെറുതെ നമ്മൾ സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്, അവർ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ ആ സംസാരം അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു അർത്ഥമില്ല, ആ കോൺവെർസേഷൻ്റെ ഒരു മീനിങ് ഇല്ലാണ്ട് പോകും. നേരെ മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി എന്താണോ പറയുന്നത് അത് വളരെ കൃത്യമായിട്ട് ലിസൺ ചെയ്യുക, ശ്രദ്ധിക്കുക, എന്നിട്ട് അതിൻ്റെ ബേസിസിൽ കോൺവെർസേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നോക്കുക. ഇങ്ങനെയുള്ള സമയത്ത് ആ കോൺവെർസേഷനിൽ ഒരു മീനിങ് ഉണ്ടാവും. ഈ മീനിങ് ഉണ്ടാവാൻ മാത്രമല്ല കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും. അവസാനമായിട്ടുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ആരും കോൺഫിഡൻ്റ് ആയിട്ട് ജനിക്കാറില്ല. കോൺഫിഡൻസ് പറയുന്നത് പ്രാക്ടീസ് കൊണ്ട് ഇമ്പ്രൂവ് ചെയ്യുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ആളുകളുടെ അടുത്ത് മിണ്ടാൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുന്ന സമയത്ത് അത് യൂട്ടിലൈസ് ചെയ്യുക. യൂട്ടിലൈസ് ചെയ്തതിൽ നിന്ന് പഠിക്കുക. ഒരുപക്ഷെ നിങ്ങൾ മിസ്റ്റേക്സ് ഉണ്ടാക്കുകയാണെങ്കിൽ മിസ്റ്റേക്സിൽ നിന്ന് പഠിച്ച് ഇമ്പ്രൂവ് ചെയ്ത് നെക്സ്റ്റ് ടൈം അതെങ്ങനെ ബെറ്റർ ആക്കാമെന്ന് ചിന്തിക്കുക. ഇങ്ങനെ ആക്കുന്ന സമയത്ത് നിങ്ങളുടെ കോൺവെർസേഷൻ സ്കിൽസും അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും എല്ലാം ബെറ്റർ ആവുന്നതായിരിക്കും. ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.